പേഷ്യന്റ് സർജറിയുടെ മയക്കം വിട്ട് ഇതുവരെ ഉണർന്നിട്ടില്ല. ഒരാൾക്ക് പേഷ്യന്റിനെ കാണാനുള്ള അനുവാദം ഞാൻ തരാം. പക്ഷേ അയാൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, സ്പർശിക്കരുത്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇനി ഏറെ കടമ്പകൾ ബാക്കിയുണ്ടെന്ന് ഓർമ്മയിൽ വേണം കയറി കാണാൻ. ഡോക്ടർ, ഞാൻ ശരി, കയറി കണ്ടോളൂ. only one person. നിർമ്മലേ, അവള് കയറി കാണട്ടെ. അവളാ ആദ്യം അവനെ കാണേണ്ടത്. ഞാൻ അവന്റെ അമ്മയാ, അവനെ പ്രസവിച്ച സ്ത്രീ. എന്നെക്കാൾ അധികാരം ഇന്നലെ വന്ന് കയറി അവക്കുണ്ടോ മകേട്ടാ? ഇന്നലെ വന്ന് കയറിയ ഒരു പെണ്ണിന് നിന്നെക്കാൾ അധികാരമൊന്നുമില്ല. പക്ഷേ അവളുടെ കഴുത്തിൽ കിടക്കുന്ന നമ്മുടെ മകൻ കെട്ടിയ താലിക്ക് ആ അധികാരമുണ്ട്. അത് എങ്ങനെ കെട്ടിയതോ ആയിക്കോട്ടെ, അതിന്റെ പവിത്രതയ്ക്ക് നമ്മൾ വില കൽപ്പിച്ചേ മതിയാവൂ. ശിവ, പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല പ്ലീസ്. ഇതുവരെ നമ്മളെല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തതല്ലേ, ഇതും അങ്ങനെ വിട്ടുകൊടുക്കാം. എല്ലാ സർവേശ്വരൻ തീരുമാനിക്കട്ടെ. കിടപ്പാടായി കിടക്കുന്ന കണ്ടിട്ട് ചങ്ക് പൊട്ടോ. രണ്ട് വാക്കെങ്കിലും പറയടാ, ഇല്ലെങ്കിൽ ആ കൈയെടുത്തൊരടിയെങ്കിലും താ. ആണായി പറഞ്ഞവനാന്നൊക്കെ ഏത് സമയത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ലേ നീ, ശിവോഹം. എന്നിട്ടാണോടാ നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? പറ, എപ്പോഴാടാ നമുക്കൊന്ന് ചുറ്റാൻ പോകേണ്ടത്? പറയടാ. നിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുമ്പോ ഞാൻ കാണുന്നത് ചുറ്റുപാടല്ല, ഈ ലോകം തന്നെയാ. നീ എനിക്ക് മാത്രമായിട്ട് നേടിത്തന്ന ഈ വലിയ ലോകം. ഇതില് വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. പരസ്പരം വഴക്കടിച്ചും സ്നേഹിച്ചും സ്നേഹം പങ്കിട്ടും നമ്മളിങ്ങനെ ജീവിക്കും. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ജീവിക്കും. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതിയടാ ശിവ. കിട്ടുന്നില്ല അല്ലേ? ഇല്ല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഹലോ മാഡം. ആ പ്രസാദ്. മാഡം പറഞ്ഞോളൂ. ഞങ്ങളിപ്പോ രേഷ്മയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത്. മധുരയിൽ തുണി എടുക്കാൻ പോയിരിക്കുന്നെന്നാണ് രേഷ്മയുടെ അച്ഛൻ പറയുന്നത്.
അത് കഴിഞ്ഞ് അവിടുന്ന് മുംബൈക്ക് പോകുമെന്നും പറയുന്നു. ഉം. ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് രേഷ്മയുടെ ഫോണിലെ കോൾ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. അവൾ എപ്പോഴൊക്കെ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും വ്യക്തമായി മനസ്സിലാക്കണം. ഈ തമിഴ്നാട് ബന്ധം തുണിക്കച്ചവടത്തിന് മാത്രമായിട്ടുള്ളതാണോ എന്നും പരിശോധിക്കണം. ശരി മാഡം, മൊത്തത്തിലൊരു ഫുൾ ജാതകക്കുറിപ്പ് ഞാൻ അങ്ങ് എടുക്കാം. ശരി, അതിനുശേഷം വിളിക്കാം. ഓക്കെ മാഡം. രേഷ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മാഡം. എന്തോ വലിയൊരു കുഴപ്പം ഈ രേഷ്മയിലുണ്ടല്ലോ. വിഷ്ണുവേട്ടൻ എന്നെ ചതിച്ചു പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ നമുക്കിവിടെ 2 പോലീസുകാരെ ഡ്യൂട്ടി കിട്ടാലോ മാഡം? അങ്ങനെ നിർത്തിയാ രേഷ്മ കുറ്റം ചെയ്തിട്ടുള്ളതാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. പക്ഷെ കാര്യങ്ങൾ അറിയാൻ അവൾ അറിയാതെ ഒരാൾ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അത് പോലീസ് ആയിരിക്കരുത്. അങ്ങനെ ആരെങ്കിലും മാഡത്തിന്റെ മനസ്സിലുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. അവനാകുമ്പോ അതിന്റെ പാകത്തിന് നിന്ന് കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് ചെയ്തോളൂ.